ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ റമദാൻ കിട്ടിയിട്ട് ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടാതെ പോയി, ഇക്കൊല്ലം അടുത്ത റമദാന് മുമ്പ് നമ്മൾ മരിച്ചു പോവാണെങ്കിലുള്ള ഒരു അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ലൈലത്തുൽ ഖദർ നമുക്ക് വേണം. ഗസാലി ഇമാമൊക്കെ പറയുന്നുണ്ട് 25ാമത്തെ രാവിനാണത്രേ ലൈലത്തുൽ ഖദർ, അതായത് ഈ വരുന്ന രാവേ. അപ്പോൾ ലൈലത്തുൽ ഖദറിന് ഏറെ സാധ്യതയുള്ളൊരു രാത്രി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ രഹസ്യങ്ങൾ നിറഞ്ഞ, ഒന്നും രണ്ടും രഹസ്യമല്ല, കോടാനുകൂടി രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു കുഞ്ഞൻ വാക്കുണ്ട്, ചെറിയൊരു ദിക്ർ. ചെറിയതെന്ന് പറഞ്ഞാൽ അത്ര ചെറുത്. മനസ്സറിഞ്ഞ് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഈ ലൈലത്തുൽ ഖദർ അള്ളാഹ് നിങ്ങൾക്ക് തരും. അള്ളാഹ് നിങ്ങൾക്ക് തന്നിരിക്കും, ഷുവറാണ്. ഏതാണ് ദിക്ർ നമുക്കൊന്ന് പഠിക്കണ്ടേ. മാത്രമല്ല 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? ഹാപ്പിയല്ലേ? എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ എന്തിനാ സങ്കടം അല്ലേ? അപ്പോൾ ലൈലത്തുൽ ഖദർ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. 3 തവണ ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു ഏറെ പുറത്തു തരാൻ ഇഷ്ടപ്പെടുന്നവനാ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അവനേ ഉള്ളൂ നമുക്ക് പുറത്തു തരാൻ, വേറെ ആരാ ഉള്ളതെന്നേ. നീ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ എൻ്റെടാ നിനക്ക് എന്ന് പറയുന്നൊരു നാദ് നമ്മുടെ കയ്യിലുണ്ടായിട്ട് ആ റബ്ബിനെ തിരിച്ചറിയാതെ എന്ത് അമല് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ അള്ളാഹിനെ തിരിച്ചറിഞ്ഞിട്ട് മനസ്സറിഞ്ഞ് കേൾക്കണം. ഇന്നത്തെ ക്ലാസ് ഒരു രഹസ്യം നിറഞ്ഞ അത്ഭുത ദിക്റാണ് നമ്മളിന്ന് പഠിക്കുന്നത്. വെറുതെ ചൊല്ലിയിട്ടൊന്നും കാര്യമില്ലെന്നേ. നമ്മൾ ഇന്ന് പഠിക്കുന്ന ബോധ്യത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്ർ, അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് പറയും. ഈ ബോധ്യം വേണം. ഈ ബോധ്യത്തിൽ ഈ ദിക്ർ ചൊല്ലിയാൽ ലൈലത്തുൽ ഖദർ നിങ്ങളുടെ കയ്യിലിരിക്കും. ഉറപ്പാണ്. ഒരു സംശയം അതിലില്ല. ഏതാണ് ആ ബോധ്യം? അത് രസകരമായൊരു ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് പഠിക്കണം. വളരെ രസകരമാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് അള്ളാനെ കിട്ടണം. എൻ്റെ റബ്ബ് എനിക്ക് ലൈലത്തുൽ ഖദർ തരുമെന്ന ഉറച്ച ബോധ്യത്തിൽ കേൾക്കണം. കേൾക്കാൻ തയ്യാറാണോ? നമുക്കൊന്ന് പഠിച്ചാലോ? അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാനെ പ്രണയിച്ചുകൊണ്ട് കേൾക്കണം കേട്ടോ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പഠിച്ചവന് ഇഷ്ടമാണോ? കൽബിലിത്തിരിയൊക്കെ മഹബത്ത് തോന്നി തുടങ്ങണില്ലേ അല്ലേ? അതിൻ്റെ ഒരു അടയാളം ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാലേ, നിങ്ങൾക്കൊരു ഭാര്യയുണ്ട് അല്ലേ? നിങ്ങളുടെ കച്ചവടമൊക്കെ നഷ്ടത്തിലായി. മുമ്പ് നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു ദിവസം നല്ല ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റണില്ല, ആകെ ടൈറ്റായി പോയി. യഥാർത്ഥ സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യും? കൂടെ നിൽക്കും അല്ലേ? അങ്ങനെയല്ലേ? സ്നേഹമില്ലാത്തവളാണെങ്കിലോ, ഞാൻ പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക് അല്ലേ? ഇത്ര നാൾ കൊടുത്തതുപോലും മറക്കും. കെട്ടിക്കൊണ്ടുവന്നപ്പോൾ തുടങ്ങിയതാണ് മനുഷ്യൻ അടങ്ങിയിരുന്നല്ലേ? ഇത് അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സംഗതിയാണ്. പഠിച്ചോനെ, ഇടക്കിടക്ക് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാ? ഇവൻ എന്നോട് സ്നേഹമുണ്ടോ? സംഗതി നമ്മുടെ കൽവിലുള്ളത് ആർക്കറിയാം? എന്നാലും നമ്മുടെ സ്നേഹത്തിന്റെ പ്രകടനം കാണുന്നത് ആർക്കിഷ്ടാണ്? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഇപ്പോ കെട്ടിയോൻ ഇടക്കിടക്ക് കെട്ടിയോക്ക് സമ്മാനം കൊടുക്കുന്നത് എന്തിനാ? അത് അവക്കടെ മുഖത്തായ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പിള്ളേർക്ക് ഇപ്പം ആ കഥയൊന്നും മനസ്സിലാവൂല, എന്നാലും കാരണവന്മാര് മനസ്സിലാക്കിയാൽ മതി. വേണ്ട, അവളോടൊരു നല്ല വർത്താനം പറയണം. എന്തിനാ? അവളുടെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ? എന്നതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എക്സ്പ്രഷൻ കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവനാ. ഞാൻ അവന് സമ്പത്ത് കൊടുത്താൽ അവൻ്റെ മുഖം എങ്ങനെ ഇരിക്കും? ഞാൻ അവന് പട്ടിണി കൊടുത്താൽ? അതായത് യഥാർത്ഥ സ്നേഹമുള്ള മനുഷ്യനാണോ അർറിളാ ബിഖളാഇല്ലാ,
പടച്ചോൻ എന്ത് വിധിച്ചാലും അവന് എന്തായിരിക്കും? സന്തോഷമായിരിക്കും, അൽഹംദുലില്ലായിരിക്കും. അല്ലേ? എന്തെന്റെ റബ്ബ് വിധിച്ചാലും വിധിക്കണതാരാ? ഏതോ റബ്ബല്ല, പിന്നെ എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ റബ്ബ്. അല്ലേ? എൻ്റെ റബ്ബ് എന്ത് വിധിച്ചാലും എനിക്ക് തൃപ്തിയാണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന റബ്ബ്, ആ റബ്ബിന്റെ വിധിയെയും എന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. ഇത് മുഹിബിന്റെ അടയാളമാണ്. ഈമാൻ കാര്യങ്ങൾ എത്രയായിരുന്നു? 5 ഈമാൻ കാര്യങ്ങൾ. ബടി എടുക്കേണ്ടി വരും. 6. ആറാമത്തെ എന്താണ്? അങ്ങനെയൊക്കെ ചോദിച്ചാല് നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് ഹൈറ് വിധിച്ചാലും ഷർറ് വിധിച്ചാലും ഒക്കെ എനിക്ക് തൃപ്തിയാണ്. അതായത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ ഹൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണവനാണ് ആര്? മുഅ്മിൻ. ആര്? എന്നാൽ എല്ലാ ഹൈറിലും ഷർറിലും തൃപ്തിപ്പെടുന്നവനാണ് മുഹിബ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണവന്റെ പേരെന്താ? മുഅ്മിൻ, ഈമാനുണ്ട്. എന്നാൽ ഹൈറും ഷർറും തൃപ്തിപ്പെടുന്നവന്റെ പേരെന്താ? മുഹിബ്, സ്നേഹിതൻ, കാമുകൻ, മുഖറബ്. ആരുടെ? ആരുടെ? അള്ളാഹുവിന്റെ. അതിലുൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇഅലം അന്നർ-റിളാ സമറത്തും മിൻ സിമാരിൽ മഹബ്ബ. ഈ പ്രണയം എന്ന് പറഞ്ഞൊരു ഒരു മരമുണ്ട്, മരം. ആ മരത്തിന്റെ ചില്ലയിൽപ്പെട്ടതാണ് തൃപ്തി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ലൈഫിൽ നോക്കിയാൽ മതി. നമ്മുടെ ഭാര്യ ഏതവസരത്തിലും നമ്മളെ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പേരെന്താ? പ്രണയം. എല്ലാ അവസ്ഥയിലും തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ അവക്കടെ പേരെന്താ? കെട്ടിയോള്. അല്ലേ? എന്റെ ഇണയാകുന്നത് എപ്പോഴാ? അതായത് മുഅ്മിനും മുഹിബും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് കെട്ടിയോളും ഇണയും തമ്മിലുള്ള വ്യത്യാസം. സംഗതി എനിക്കിടക്ക് ദാരിദ്ര്യം ഉണ്ടാവും, ഇടക്ക് സമ്പത്ത് വരും, ചിലപ്പോൾ അവക്കടെ മുഖമൊക്കെ ഒന്ന് വളിക്കും, ചിലപ്പോൾ ഇച്ചിരി ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കും. അവക്കടെ പേരെന്താ? കെട്ടിയോള് എന്നാണ്. അല്ലേ? അവള് മുഅ്മിനായിട്ടുള്ളൂ, കെട്ടിപ്പോയി, വേറെന്ത് ചെയ്യാനാ? എന്നാൽ എല്ലാ അവസ്ഥയിലും തൃപ്തിപ്പെടുന്ന അവക്കടെ പേരെന്താ? ഇണ, എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ റൂഹിന്റെ വാദി. നിങ്ങൾ ഇതൊന്നും ഒരു കഥ അറിയാത്തവരെ ഇരിക്കണം മനുഷ്യന്മാരെ. പേരെ കുട്ടികളെ കെട്ടിക്കാനായി, എന്നിട്ടും മുഖത്തൊരു എക്സ്പ്രഷൻ ഒന്നും കാണുന്നില്ല. അല്ലേ? സംഗതി എങ്ങനെയല്ലേ? നിങ്ങൾക്ക് വേറെ കുട്ടിയായിന്നല്ല കേട്ടോ പറഞ്ഞത്, പൊതുവിൽ പറഞ്ഞതാണ്. അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീന്റെ ഖൈറിലും ശർറിലും വിശ്വസിക്കുന്നവൻ മുഅ്മിനാണ്, തൃപ്തിപ്പെടുന്നവൻ മുഹിബ്ബാണ്. ഖുർആനിലൊരു ആയത്തുണ്ട്, ശ്രദ്ധിച്ചിരിക്കോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. വഅദല്ലാഹ്, പടച്ചോൻ കരാറിയൻ. പടച്ചോന്റെ കരാറ് പടച്ചോൻ ലംഘിക്കോ? ആരോടാ പടച്ചോൻ കരാർ ചെയ്യണത്? മുഅ്മിനീങ്ങളായ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും. അവർക്ക് എന്താ പടച്ചോൻ കൊടുക്കണത്? ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, പുഴകൾ ഒഴുകുന്ന, അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗ്ഗാണ് പടച്ചോൻ കൊടുക്കുക. ഖാലിദീന ഫീഹ, കുറച്ച് നാളത്തേക്കാണ്, കാലാകാലം അവർക്കത് കൊടുക്കും. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ, നല്ല ആഡംബരം നിറഞ്ഞ മണിമാളികകളും പടച്ചോൻ ആർക്ക് കൊടുക്കും? മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും കൊടുക്കും. എന്നിട്ട് പറയാണ് വരിളുവാനും മിനല്ലാഹി അക്ബർ, സ്വർഗമല്ല വലുത്, ഈ മണിമാളികകളല്ല വലുത്, സ്വർഗത്തിലെ അരുവികളല്ല വലുത്, സ്വർഗത്തിലെ ഹൂറികളല്ല വലുത്, റിളുവാനുല്ലാഹ്, അള്ളാന്റെ തൃപ്തി. സ്വർഗമൊന്നല്ല വലുത്, വലുതേതാണ്? പടച്ചോന്റെ തൃപ്തി, പടച്ചോന്റെ ലിഖാ. ഇതാണ് ഏറ്റവും വലുത്. അവന്റെ സ്നേഹം, അവന്റെ പൊരുത്തം, അവന്റെ ലിഖാ, ഇതാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അത് കിട്ടലാണ് ഏറ്റവും വലിയ വിജയം. അപ്പൊ ഈ നിസ്കരിച്ച തറാവീഹ് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പറയണില്ല, എന്തിനു വേണ്ടിയാണ്? സ്വർഗം കിട്ടാനാണോ? സ്വർഗമൊന്നും പോരാ ഞങ്ങൾക്ക്. ആരെ വേണം? അള്ളയാണ് സ്വർഗം. അല്ലേ? ആ പാട്ടെങ്ങനെയായിരുന്നു? സ്വർഗം അള്ളയാണെന്ന് ഓർക്കടോ എന്ന് പറയുന്ന വരി എങ്ങനെയാണ്? അങ്ങനെ വരി മറന്നുപോയി. സൊയിലിന് ഓർമ്മയുണ്ടോടാ?
നിങ്ങൾക്കറിയാം അല്ലേ ജനുവരി? അള്ളയെ മാത്രം തുടക്കാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ സ്വർഗം അള്ളയാണെന്ന് ഓർക്കടോ എന്ന് പറയുന്നൊരു വരിയുണ്ടല്ലോ, വളരെ മനോഹരമാണത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കള്ളും ഈ പുഴയും ഇതിനൊക്കെ അപ്പുറം, എല്ലാത്തിനും അപ്പുറം അള്ള എന്ന സ്വർഗമുണ്ട്. ആ സ്വർഗത്തെ ആസ്വദിക്കാൻ ആരെ പ്രണയിക്കണം? നിങ്ങൾ പറയണില്ല, ആരെ പ്രണയിക്കണം? അപ്പൊ അങ്ങനെ അള്ളാനെ കിട്ടുന്നവരുടെ തൃപ്തി, അള്ളാനെ കിട്ടുന്നവരുടെ അടയാളം പടച്ചോൻ ഖുർആനിൽ പറയുന്നുണ്ട്. റളിയല്ലാഹു അൻഹും വറദൂ അൻ. അവരല്ലാനെ തൃപ്തിപ്പെട്ടവരാണ്. അള്ളാഹ് വൺ വേ ലവ് അല്ലത് അല്ലേ? വൺ സൈഡ് ലവിന് രസം ഉണ്ടാവോ? ഉണ്ടാവൂടാ അല്ലേ? പ്രണയം വൺ സൈഡ് ആണെങ്കിൽ രസം ഉണ്ടാവോ? അതിൽ PhD എടുത്ത പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഉണ്ടാവോ സോലെ? കല്യാണം ഉറപ്പിച്ചാരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? മാഷാ, ഇപ്പൊ വൺ സൈഡ് മതി. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ടു സൈഡ് ആക്കാല്ലേ? ഈ വൺ സൈഡ് ലവിന്റെ രസം ഉണ്ടാവോ? ഇപ്പൊ നിങ്ങൾ കെട്ടിയോളോട് ഇരുന്നിട്ട് ഇങ്ങനെ മുത്തേ ഒന്ന് പോയിക്കാക്ക മനുഷ്യനടങ്ങിറക്കണ്ട്, വല്ല രസം ഉണ്ടാവോ? അവളെ വിളിക്കണം, നിങ്ങളിങ്ങനെ ഇരുന്നുണ്ട്, ഒന്നിവിടെ വന്നേടി, ഒന്ന് അടുത്തിരുന്നേ, മനുഷ്യനിവിടെ ചായയും ചോറൊക്കെ വെക്കാനുണ്ട്, നിങ്ങൾ പോയിക്കും. ഇതിന് വല്ല ആനന്ദം ഉണ്ടാവോ? ആനന്ദം എവിടെ കിടക്കണത്? പണിയൊക്കെ പിന്നെ. ആദ്യം എനിക്ക് ആരാ മതി? ഇക്കാക്കാനെ മതി. ആരാ മതി? എൻ്റെ ഇക്കാക്കാനോ? ഈ സംഗതി കിട്ടണം. എന്ത് രസമായിരിക്കും ലൈഫിന് അല്ലേ? നിങ്ങൾ പറയണില്ലല്ലോ അല്ലേ? അല്ലേ? ഒന്നും മിണ്ടടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുപോലെ അള്ളാഹുവുമായിട്ട് അങ്ങടും വേണം ഇങ്ങടും വേണം. പടച്ചോൻ നമ്മളെ തൃപ്തിപ്പെടണം, നമ്മൾ ആരെയും തൃപ്തിപ്പെടണം. എങ്ങനെ തൃപ്തിപ്പെടല്? എൻ്റെ റബ്ബ് എനിക്ക് എന്ത് തന്നാലും ഹാപ്പി. എൻ്റെ റബ്ബ് രോഗം തന്നാലും എനിക്ക് രോഗം തരുന്ന എന്തിനാ പടച്ചോൻ? എൻ്റെ പാപങ്ങൾ പൊറുക്കാനും എൻ്റെ ദറജ ഉയർത്താനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, എനിക്കിഷ്ടമാണ് റബ്ബേ നീ തന്ന രോഗം. എൻ്റെ റബ്ബ് എനിക്ക് പട്ടിണി തന്ന, അൽഹംദുലില്ലാ നീ തന്ന പട്ടിണി. ഏതോ പട്ടിണിയല്ല, ആര് തന്ന പട്ടിണി? അല്ലാഹു താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ റബ്ബിനെ സ്നേഹിച്ചവർക്കാണ് റബ്ബിനെ തൃപ്തിപ്പെടാൻ പറ്റൂ. അവരെയാണ് അള്ളാഹുവും തൃപ്തിപ്പെടുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ നബിമാര് കഴിഞ്ഞാല് മനുഷ്യന്മാരിൽ അള്ളാഹ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മനുഷ്യനാരാ? നബിമാർക്ക് ശേഷം ആരാ? ഔലിയാക്കളുടെ നേതാവാരാ? സയ്യിദുനാ അബൂബക്കറിനി സിദ്ദീഖ് അല്ലേ? അല്ലേ? നബിമാര് കഴിഞ്ഞാൽ അള്ളാഹ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ്? അബൂബക്കറിനെയാണ് റളിയല്ലാഹു അൻഹു. ഒരിക്കലും റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ നബിയെ? ഇപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇപ്പൊ എൻ്റെ ആയിഷൂനെയാണ് സയ്യിദുനാ റസൂലുള്ളാഹ്, എൻ്റെ ആയിഷയാണ്. അങ്ങനല്ലേ? നിങ്ങൾ പറയണില്ല അല്ലേ? അതെന്തേ അവിടെ 2 way ആയിരുന്നു പ്രണയം? നമ്മളോട് ചോദിച്ചു നോക്കട്ടെ, വേണ്ട കെട്ടിയോളോട് ചോദിച്ചു നോക്കിയേ. കെട്ടിയോൻ എങ്ങനെയുണ്ട്? ഒന്നും പറയാതിരിക്കുകയാണ് ഉസ്താദേ ഭേദം, വേറെന്തെങ്കിലും വർത്താനം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ ഏറ്റവും ഇഷ്ടാരാണ്? അതെന്റെ ആയിഷയാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അതല്ലേ നബിയെ? ഈ പുരുഷന്മാരിൽ അത് അബൂഹ, അവളുടെ വാപ്പയാണ്. അതാരാ? അബൂബക്കർ. അത് അമ്മായിയപ്പനായതുകൊണ്ട് ഇഷ്ടപ്പെട്ടതല്ല, അബൂബക്കർ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അബൂബക്കർ ആരാ? അതെന്റെ ഹബീബാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് അബൂബക്കർ അത്രമേൽ ഇഷ്ടമുള്ള ആളായത്? കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ടല്ല, ഒരുപാട് കർമ്മം ചെയ്ത് കൂട്ടിയതുകൊണ്ടല്ല. തീവ്രമായ മഹബത്ത് അള്ളാഹിനോട്, റസൂലുള്ളാഹിനോട്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് ഇസ്ലാമിലേക്ക് വന്നതിന് മുമ്പ് കോടീശ്വരനായിരുന്നു. ആര്? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അൻഫഖ മാലഹു കുല്ലഹു ലില്ലാഹ്, മുഴുവൻ സ്വത്തും ആർക്ക് കൊടുത്തു? മുഴുവൻ സ്വത്തും ആർക്ക് കൊടുത്തു? അള്ളാഹ്ക്ക് കൊടുത്തു. വലം യത്റുകു ലിനഫ്സിഹി അഹ്ലൻ വല മാലൻ, സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒന്നും ബാക്കി വെച്ചില്ല. കുടുംബത്തിലെ സന്തോഷവും ബാക്കി വെച്ചില്ല, പൈസ കൊണ്ടുള്ള സന്തോഷം ബാക്കി വെച്ചില്ല. ആര്? സയ്യിദുനാ. പൈസ കൊണ്ടുള്ള സന്തോഷം ബാക്കി വെച്ചില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി. കുടുംബത്തിലെ സന്തോഷം എങ്ങനെ ബാക്കി വെക്കാഞ്ഞത്? അള്ളാഹ്ക്ക് വേണ്ടി എങ്ങനെ ഒഴിവാക്കിയത്? വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താ? നമ്മുടെ മക്കളല്ലേ. അതിലും പെൺകുട്ടികൾ വല്ലാത്തൊരു ആനന്ദമല്ലേ? നിങ്ങൾ പറയണില്ല, ആനന്ദമല്ലേ?
അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആർക്ക്? അബൂബക്കറിനെ സിദ്ദീഖ്. ആ മോളെ ആർക്ക് കെട്ടിച്ചെടുത്തു? അതായത് എനിക്കൊന്നും വേണ്ട, എന്റെ സമ്പത്താകട്ടെ എന്റെ കുടുംബാകട്ടെ എല്ലാം ആർക്ക്? എന്റെ റസൂലുള്ളാഹ്ക്കും എന്റെ നാഥനായ റബ്ബുൽ ആലമീനായ അല്ലാഹ്ക്കും എല്ലാം ഞാൻ കൊടുക്കാൻ സയ്യിദുനാ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം കൊടുത്തു. ഇബ്നു ഉമർ തങ്ങൾ പറയണം, ഞങ്ങളിങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ, റസൂലുള്ളാഹിന്റെ അടുക്കൽ അബൂബക്കർ ഇരിപ്പുണ്ട് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ വസ്ത്രമൊക്കെ ഇങ്ങനെ കീറിപ്പറഞ്ഞിരിപ്പുണ്ട്. അവിടേക്ക് ഈ മുള്ളു കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട്. ഓരോ കീറിയ ഭാഗവും മുള്ളുകൊണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ജിബ്രീൽ വരുന്നത്. യാ റസൂലല്ലാഹ്, എന്താണ് അബൂബക്കർ ഇങ്ങനെ ആയിപ്പോയത്? ഫഖാല റസൂലുള്ളാഹി, നബി തങ്ങൾ പറഞ്ഞു, അൻഫഖ മാലഹു അലയ്യ ഖബ്ലൽ ഫത്ഹി, മക്ക വിജയത്തിന് മുൻപ് മുഴുവൻ സ്വത്തും അള്ളാഹ്ക്ക് കൊടുത്ത ആളാണ് സയ്യിദുനാ അബൂബക്കർ. എന്താ മക്ക വിജയത്തിന് മുമ്പ് എന്ന് എടുത്തു പറയാൻ കാരണം, മക്ക വിജയത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് ഒരുപാട് സ്വത്തുണ്ടായി, എന്നിട്ട് കൊടുത്തോരാ. എന്നാൽ മക്ക വിജയത്തിന് മുമ്പ് എങ്ങനെയാണ്? മക്ക വിജയത്തിന് ശേഷം സ്വത്തുണ്ടായി, മക്ക വിജയത്തിന് മുമ്പോ? അന്ന് ഇസ്ലാം ആകെ പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിൽ, ആ സമയത്ത് എല്ലാവരും മടിച്ചു നിൽക്കുന്ന സമയത്ത് എല്ലാം കൊടുത്ത മനുഷ്യനാണ് ആര്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ട് ശേഷം കൊടുത്തതിന്റെ 100 ഇരട്ടി വലിപ്പമുണ്ട് മുമ്പ് കൊടുത്തതിന്. അപ്പൊ ജിബ്രീൽ പറയും, യാ റസൂലല്ലാഹ് ഫഖറഉഹു മിന്നാ മിനല്ലാഹി സലാം മിനല്ലാഹി സലാം. അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? അബൂബക്കർ സിദ്ദീഖിന്. സലാം മാത്രമല്ല നബിയെ, 1-2 കാര്യങ്ങൾ ചോദിക്കാൻ പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരോട്? അബൂബക്കറിനോട്. അങ്ങ് ചോദിക്കണം നബിയെ. എന്താണ് ചോദ്യം? അറാലിൻ അൻത അന്നി ഫീ ഫഖരിക ഹാദാ അം സാഖിതുൻ. എന്താ പടച്ചോൻ ചോദിക്കണേ? അബൂബക്കറേ, ഞാനിങ്ങനെ ദാരിദ്ര്യമൊക്കെ തന്നിട്ട് എന്നോട് ദേഷ്യമുണ്ടോ? എന്നോട് ദേഷ്യമുണ്ടോ? ഇതൊന്ന് ചോദിക്കണം നബിയെ. അങ്ങനെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അബൂബക്കറെ, അല്ലാഹ് സലാം പറഞ്ഞിട്ടുണ്ട്. തുടങ്ങി കരച്ചില്. അല്ലാഹ് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ നബി എന്റെ റബ്ബ് എന്നോട് ചോദിക്കാൻ പറഞ്ഞത്? ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ തന്നതിലേ പടച്ചോനോട് നിനക്ക് ദേഷ്യമുണ്ടോ? യാ റസൂലല്ലാഹ്, എന്റെ റബ്ബിനോട് എനിക്ക് ദേഷ്യമോ? ഞാൻ തൃപ്തിപ്പെടുകയല്ലേ? എന്റെ റബ്ബ് പട്ടിണിക്കിട്ട് കൊന്നാ പോലും അൽഹംദുലില്ലാ എന്നല്ലാതെ അബൂബക്കർ പറയില്ല നബിയെ. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. എന്തൊരു, നമ്മളൊക്കെ എവിടെയാണ് മനുഷ്യന്മാരെ? നമ്മളൊക്കെ എവിടെ അള്ളാഹിനെ തൃപ്തിപ്പെട്ടത്? എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴത്തേക്ക് എന്നെ മാത്രം ഇങ്ങനെ ഇടങ്ങേറാക്കിയാണ് പഠിച്ചോനെ എന്ന് പറഞ്ഞു പോകുന്നവരല്ലേ നമ്മൾ? അള്ളാഹിനെ തൃപ്തിപ്പെടാൻ നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളത്? ആ തൃപ്തിയുടെ മഖാമിൽ ഏറ്റവും ഉന്നതനാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. അങ്ങോട്ടൊന്നും എത്താൻ പറ്റിയില്ലെങ്കിലും ഈ ചെറിയ ബോധമെങ്കിലും നമുക്കുണ്ടാകണം. എന്താണ്ട്? ഈ പരീക്ഷണങ്ങൾ എൻ്റെ റബ്ബ് എനിക്ക് തരുന്നത് എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ആ ബോധമെങ്കിലും ഉണ്ടാകലാണ് മഹബത്തിന്റെ അടിത്തട്ടിലൊരു വിജയം എന്ന് പറയുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബ് റസൂലുള്ളാഹ് ഒരു മനോഹരമായ ഹദീസ് ഉണ്ട്, കൽബുകൊണ്ട് കേൾക്കണം കേട്ടോ. മൻ റളിയ മിനല്ലാഹി തആല അൽ ഖലീലി മിനർ റിസ്ഖ്. പടച്ചോൻ നിങ്ങളുടെ വിഭവങ്ങൾ ചുരുക്കി കളഞ്ഞാൽ, പടച്ചോൻ ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല, നിങ്ങൾക്ക് വാടക വീടാണ്. നിങ്ങൾക്ക് സ്വന്തം ഒരു കാർ എടുക്കണമെന്നുണ്ട്, പക്ഷെ കാർ എടുക്കാൻ പറ്റണില്ല, കയ്യിലുള്ളത് ഒരു സ്കൂട്ടറാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു വീട് വേണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് ചെറിയ വീടാണ്. ഇങ്ങനെ കുറച്ച് തന്നു പടച്ചോൻ, അതിലൊക്കെ നിങ്ങൾ തൃപ്തിപ്പെട്ട് നിന്നാൽ. നമ്മളങ്ങനെ നിൽക്കാറുണ്ടോ? നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരാം. ജനിച്ചപ്പോൾ അതിൽ വാടക വീട്ടിലാണ്, എങ്ങനെയെങ്കിലും ഒരു സ്വന്തമായിട്ട് വീട് വെക്കണം. തൃപ്തിയുടെ മക്കാമി നമ്മൾ മാറി. ഒരു കാറ് മേടിക്കണം, അത് പലിശക്ക് എടുത്തിട്ടാണെങ്കിലും ശരി, കാറ് മസ്റ്റാണ് അല്ലേ? നമ്മൾ അല്ലാഹ് തന്നതിൽ തൃപ്തിപ്പെടാതെ അതിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കണം. എന്നാൽ അങ്ങനെ ചാടാതെ അല്ലാഹ് വിഭവങ്ങൾ ചുരുക്കിയപ്പോ അതിൽ തൃപ്തിപ്പെട്ട് നിന്നാൽ റളിയല്ലാഹു തആല മിൻഹു ബിൽ ഖലീലി മിനൽ അമൽ. നാളെ മനുഷ്യൻ പരലോകത്തേക്ക് വരുമ്പോഴേ എന്താ സംഭവിക്കണമെന്നറിയോ? അവന് കുറച്ച് കർമ്മങ്ങളെ ഉണ്ടാവുള്ളൂ. അല്ലാഹ് പറയും, മോനെ, ഞാൻ കുറച്ച് തന്നപ്പോ നീ എന്നെ തൃപ്തിപ്പെട്ടില്ലേ, അതുകൊണ്ട് നിന്റെ കുറച്ച് കർമ്മങ്ങൾ ഞാൻ തൃപ്തിപ്പെടുകയാണ്, പോയിക്കോ സ്വർഗത്തിലേക്ക്. അല്ലാഹു പറയും, സയ്യിദുനാ റസൂലുള്ളാഹ്. ദുർഭാഗ്യത്. ആ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കി. അല്ലാഹ് കുറച്ച് തന്നപ്പോ അള്ളാനെ നീ തൃപ്തിപ്പെട്ടാൽ നീ കുറച്ച് ചെയ്തത് അല്ലാഹ് വലുതായി സ്വീകരിച്ച് വലിയ മഖാമ് നിനക്ക് തരും. സയ്യിദുനാ റസൂലുള്ളാഹ്. അത്ഭുതമല്ലേ അത്? അപ്പൊ കുറച്ച് കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ടെൻഷൻ അടിക്കുക, അള്ളാനെ കുറ്റപ്പെടുത്തുക. അല്ലല്ലല്ല, എൻ്റെ റബ്ബ് തന്നതാണ്, എനിക്കിത് മതി എന്ന് ആർക്കറിയാം?
എനിക്ക് ഗുണമല്ലാത്തത് എന്റെ റബ്ബ് തരുമോ? അപ്പൊ എനിക്ക് ഇത്ര മതി, ഇതിനപ്പുറം എനിക്ക് കിട്ടിയാൽ ഞാൻ ചീത്തയായി പോകുന്ന ആർക്കറിയാം? എനിക്കിപ്പോ രോഗമാണ് വേണ്ടതെന്ന് ആർക്കറിയാം? എനിക്കിപ്പോ ശിഫ കിട്ടിയാൽ ഞാൻ വഴികേടിലായി പോവും. എന്റെ റബ്ബ് ഒന്നും അറിയാതാണ് എനിക്കിത് തരുന്നത്, ആണോ? അല്ല, എന്റെ റബ്ബ് എന്ത് തന്നാലും എനിക്ക് ഗുണമാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നുണ്ട്, യാ മഅശറൽ ഫുഖറാ, രോഗമുള്ളവരെ, പാവപ്പെട്ടവരെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, അഅ്തുല്ലാഹ റിളാ മിൻ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബിൽ നിന്ന് പടച്ചോനോടുള്ള തൃപ്തി ഒന്ന് പുറത്തേക്ക് വരട്ടെ. ഒരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഇന്നാ ലില്ലാഹി, പായ കൊണ്ടല്ല, നിങ്ങൾ പടച്ചോൻ്റെതാ, നമ്മൾ പടച്ചോനിലേക്ക് പോകാനുള്ളതാ, അതിപ്പോ അവൻ തന്നത് ഞാൻ തൃപ്തിപ്പെടുക, ഈ സെൻസിൽ പറയണം. അല്ലാണ്ട് വായ കൊണ്ട് നമ്മൾ ഇന്നാലില്ല പറയും, വല്ല കഥയുണ്ടോ? ഒരു പ്രയാസം നമ്മൾ തട്ടി അങ്ങോട്ട് വീണു, ഇന്നാലില്ല, ഞാൻ നിന്റെതല്ലേ പടച്ചോനെ, നിന്നിലേക്ക് വരാനുള്ളതല്ലേ പടച്ചോൻ. ഈ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലം. എന്നാൽ ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം നമ്മൾ വിജയിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പടച്ചോൻ രോഗം തരാൻ തീരുമാനിച്ചാൽ തരും, അവൻ ദാരിദ്ര്യം തരാൻ തീരുമാനിച്ചാൽ നമ്മൾ ബഹളം ഉണ്ടാക്കിയാൽ അത് മാറുമോ? തരും. അവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യാം, ഒരു കാര്യം കൊണ്ട് വിജയിക്കുക, ഒരു കാര്യം കൊണ്ട് പരാജയപ്പെടാം. വിജയിക്കാൻ പറ്റണത് ഏതാ? അള്ളാഹ് തരുന്നതിൽ തൃപ്തി. ഞാൻ പണിയെടുക്കും, ഞാൻ അധ്വാനിക്കും, എന്നിട്ടും സംഗതി കൂടുന്നില്ല, എന്റെ റബ്ബ് എനിക്ക് അത്രേ നിശ്ചയിച്ചിട്ടുള്ളൂ, അൽഹംദുലില്ലാ, അല്ലേ? തൃപ്തിപ്പെട്ട് നിന്നാൽ അവൻ ദുനിയാവിലും ജയിക്കും. ദുനിയാവിൽ അവനെ പോലെ സമാധാനം അനുഭവിക്കണത് ആരാ? ടെൻഷൻ ഉണ്ടോ അവന്? കാരണം അള്ളാഹ് തന്നത് ഞാൻ തൃപ്തിപ്പെടുകയാണെന്ന് വിചാരിക്കണ ഒരു മനുഷ്യന് ടെൻഷൻ ഉണ്ടാവോ? ഇല്ല. അവൻ ദുനിയാവിലും ടെൻഷൻ ഉണ്ടാവൂല, ആഖിറത്തിൽ അള്ളാഹുവിന്റെ ലിഖാ അവനുണ്ട്. എന്നാൽ ഇവിടെ അള്ളാഹിനെ കുറ്റപ്പെടുത്തണോൻ ദുനിയാവിൽ സമാധാനം കിട്ടൂല, ആഖിറത്തിനും സമാധാനം കിട്ടൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, മഹാഭാഗ്യവാന്മാരാരാന്നറിയോ? ഇവർ കോടീശ്വരന്മാരല്ല, മുഅ്മിനായി മരിച്ചവരല്ല, സ്വർഗം കിട്ടിയവരല്ല. ഇങ്ങനെ മുഅ്മിനായി മരിച്ചവരും അല്ല, അവര് ഭാഗ്യവാന്മാരാണ്. പക്ഷെ മഹാഭാഗ്യവാന്മാരാരാണ്? ഇദാകാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരും. അന്നത്തെ രാജാവാരാണ്? മാലികി യൗമിദ്ദീൻ, അല്ലാഹ് മാത്രാണ്. അവിടെ ഉണ്ട് കുറച്ച് മനുഷ്യന്മാർ. ഹബീബായ തങ്ങൾ പറയാൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചിലർക്ക് അള്ളാഹു ചിറക് കൊടുക്കും. എന്ത് കൊടുക്കും? ഫയത്തീറൂന മിൻ ഖുബൂരിഹിം ഇലൽ ജിനാൻ, അവരുടെ ഖബറിൽ നിന്ന് ഡയറക്റ്റായിട്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകും. സയ്യിദുനാ റസൂലുള്ളാഹി ഫയസ്തരിഹൂന ഫീഹാ, സ്വർഗത്തിൽ അവരിങ്ങനെ കളിച്ചുല്ലസിച്ച് രസിക്കായിരിക്കും. അപ്പണ്ട് സ്വർഗത്തിലെ മലക്കുകൾ ഇവരെ കാണില്ലെന്നേ, മലക്കുകളുടെ അനുവാദമൊന്നും ഇല്ലാണ്ട് നേരെ സ്വർഗത്തിലേക്ക് ഖബറിൽ നിന്ന് പറന്നുപോയവരാണ്. അപ്പൊ മലക്കുകൾ ചോദിക്കും, നിങ്ങളാരാണ്? ഇവിടെ എങ്ങനെ എത്തിയത്? നിങ്ങൾക്ക് വിചാരണയൊന്നും ഉണ്ടായിരുന്നില്ലേ? കാരണം വിചാരണ നടക്കുന്ന സമയമാണ്. അവിടെ വിചാരണക്ക് പങ്കെടുക്കാതെ നിങ്ങൾ ഇവിടെ എന്തെടുക്കാൻ? മാറ ഐന ഹിസാബ, ഞങ്ങൾ അങ്ങനെ വിചാരണ കണ്ടിട്ട് പോലുമില്ല, വിചാരണ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ മലക്കുകൾ ചോദിക്കാണ്, നിങ്ങളപ്പോ സിറാത്ത് പാലത്തിന്റെ മുകളിൽ കൂടെ അല്ലേ നടന്നു വന്നത്? മാറ ഐന സുറാത്തൻ, അങ്ങനെ ഒരു പാലമൊക്കെ ഉണ്ടോ? ഞങ്ങള് കണ്ടിട്ടില്ല. അല്ല, അപ്പൊ നരകം കണ്ടില്ലായിരുന്നോ? നരകം കാണിച്ചിട്ടാണല്ലോ ഇവിടെ കൊണ്ടുവരുമെന്ന് ഖുർആനിലുണ്ടല്ലോ. നരകം കണ്ടില്ലേ? മാറ ഐനാശി, ഞങ്ങളൊരു സംഗതിയും കണ്ടിട്ടില്ല. നിങ്ങൾ ഇതേ ഖബറിൽ നിന്ന് നേരെ നിങ്ങളിത് ആരുടെ ഉമ്മത്താണ്? ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്താണ്. അപ്പൊ മലക്കുകൾക്ക് ഭയങ്കര സന്തോഷമായി, സ്വാഗതമൊക്കെ ഓതി. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഇപ്പൊ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? ഖബറിൽ നിന്ന് നേരിട്ട് ഇല്ലേ, വിചാരണയില്ല, സിറാത്ത് പാലമില്ല, നരകം പോലും കണ്ടിട്ടില്ല, നേരെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എൻട്രി കിട്ടാൻ ഇപ്പൊ എന്തുട്ടാ നിങ്ങൾ ചെയ്തത്? ഫയഖൂലൂൻ, അവർ പറയാ, രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. രണ്ട് കാര്യങ്ങൾ. വമാഹുമാ, ഏതാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, കുന്നാ ഇദാ ഖലൗന നസ്തഹി അൻ നഅസിയല്ലാഹ്, ഞങ്ങൾ ഒറ്റക്കാകുന്ന സമയത്ത് തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര നാണാണ്. നമ്മളെപ്പോഴാ കൂടുതൽ തെറ്റിയ? നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ മാന്യന്മാരാണ്. ഒറ്റക്കായാലോ, ഫോണും കൂടെ കയ്യിലുണ്ടെങ്കിലോ, വീട്ടിൽ ആരും ഇല്ലെങ്കിലോ, നമ്മുടെ റൂമിന്റെ അകത്ത് ആരും വരില്ലെങ്കിലോ, ഇവര് പറയാം ഞങ്ങൾക്ക് നാണാണ് തെറ്റിയാൻ. കാരണം എന്താ? അല്ലാഹ് കാണുകയല്ലേ. ആര് കാണുന്നുണ്ട്? അല്ലാഹ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തെറ്റിയാൻ എനിക്ക് നാണായിട്ട് പാടില്ല. ഇവരുടെ സ്വഭാവം നാട്ടുകാരുടെ മുമ്പിലും രഹസ്യമായിരിക്കുമ്പോഴും ഒരുപോലെയാണ്.
നമ്മൾ പുറത്ത് ഭയങ്കര മാന്യനാ, വീട്ടിലോ? നമ്മുടെ സ്വഭാവം എന്താന്ന് വീട്ടിൽ ചോദിച്ചു നോക്കണം. അവർക്ക് അള്ളാന്റെ മുമ്പിൽ നാണാണ്. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തത് എന്താ? അള്ളാ എന്താണോ ഞങ്ങൾക്ക് വിധിച്ചത്, രോഗാകട്ടെ, ദാരിദ്ര്യാകട്ടെ, സമ്പത്താകട്ടെ, ആരോഗ്യാകട്ടെ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആരാ ഞങ്ങൾക്ക് തരുന്നത്? അള്ളയാണ്. അള്ള തരുന്നത് കൊണ്ട് തന്നെ എന്തും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇത് രണ്ടുമാണ് ഈ ചിറകൊക്കെ തന്നിട്ട് ഖബറിൽ നിന്ന് ഞങ്ങളെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എത്തിച്ചത്. മലക്കുകൾ അവർക്ക് സ്വാഗതം ഓതുകയാണ്. വല്ലാത്ത സന്തോഷത്തിന്റെ രാവായി മാറുകയാണ്. ദുനിയാവിലും സന്തോഷം. ഒറ്റ സംഗതി മതി, റബ്ബിനോടുള്ള അതിരറ്റ മഹബത്തുണ്ടെങ്കിൽ റബ്ബ് തരുന്നതെല്ലാം എനിക്ക് തൃപ്തിയാണ്. അപ്പൊ ഈ ഖദർ നമ്മൾ അവസാനം പറഞ്ഞല്ലോ, ഈമാന്റെ അവസാന ഭാഗം എന്താണ്? വൽ ഖദരി ഖൈരിഹി വശർരിഹി ഇന്നല്ലാഹ്. ഖൈറും ഷർറും അതിപ്പോ എങ്ങനെയാ? നന്മയും തിന്മയൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് പറയുമ്പോൾ കള്ളു കുടിക്കണ മനുഷ്യനുണ്ട്, അപ്പൊ അവനെ കുടിപ്പിച്ചത് അള്ളയാണോ? വ്യഭിചരിക്കുന്നവനുണ്ട്, അപ്പൊ അവനെ കൊണ്ട് അള്ള വ്യഭിചരിപ്പിച്ചതാണോ? എങ്ങനെയാണത് സംഭവം? അതിന്റെ ഒരു റൂട്ട് നമുക്ക് പഠിക്കണ്ടേ? ഈ ഖദറിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. ഇന്ന് പോയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ അങ്ങനെ അള്ളാഹിനെ തൃപ്തിപ്പെടുന്നവനാണോ? എൻ്റെ ലൈഫിൽ പലപ്പോഴും കച്ചവടത്തിലൊക്കെ നഷ്ടം ഉണ്ടായപ്പോൾ ഞാൻ എന്തോരം വേദനിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ചില ട്രാജഡീസ് ഉണ്ടായപ്പോൾ ഞാൻ എന്തോരം വേദനിച്ചിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ തൃപ്തിപ്പെട്ട് നിന്നു കൊടുത്തോ? എൻ്റെ റബ്ബ് തന്നതാണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ നിന്നു കൊടുത്തോ? പടച്ചോനെ അസ്തഗ്ഫിറുല്ലാ, നീ പുറത്ത് തന്നെ അല്ല, ഇനി മുതൽ നിന്റെ അടിമയായി ഞാൻ ജീവിക്കുമല്ല. ഒറ്റക്കാകുന്ന സമയത്ത് നീ എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് പടച്ചോനെ. ഇനി ഞാൻ തെറ്റിയൂലല്ല. ഒന്ന് തൗബ ചെയ്തിട്ട് അള്ളാഹുവിനെ ഒന്ന് തൃപ്തിപ്പെട്ടു നോക്കിയേ, ജീവിതം അടിപൊളിയാകും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും കേട്ടില്ലേ? കേട്ടോ? അപ്പോൾ തൗബയുടെ മനസ്സോടുകൂടെ തന്നെ നമ്മൾ പറയേണ്ട ദിക്ർ ഏതാ? എൻ്റെ റബ്ബേ, നീ എനിക്ക് എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണല്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പുണ്യം നിറഞ്ഞ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി വരുമ്പോൾ ഈ ബോധ്യത്തിൽ മനസ്സിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? മനസ്സറിഞ്ഞിട്ടൊരു 101 തവണ അൽഹംദുലില്ലാ ഇന്നത്തെ രാത്രി നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. വെറുതെ അൽഹംദുലില്ലാ അല്ല, ഞാൻ ഇന്ന് പഠിപ്പിച്ച, ഇന്ന് നമ്മൾ ഒരുമിച്ച് പഠിച്ച ഈ സംഗതി എല്ലാ തൃപ്തിയും അള്ളാഹ്ക്ക് കൊടുത്തിട്ട് നിങ്ങളിത് പറയുന്ന സമയത്ത് ചിലപ്പോൾ പട്ടിണിയിലായിരിക്കും, ചിലപ്പോൾ കടക്കണിയിലായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടാവും ഈ ആഴ്ച. എന്തോ ആയിക്കോട്ടെ എൻ്റെ റബ്ബ് വിധിച്ചതാണ്, എൻ്റെ റബ്ബിൻ്റെ ഖളാ എനിക്ക് ഗുണത്തിനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കച്ചവടം കൂടിയാലും കുറഞ്ഞാലും, അസുഖം ഉണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ, മനസ്സറിഞ്ഞിട്ട് എനിക്ക് ഈ തന്നതൊക്കെ പടച്ചോനെ നിൻ്റെ ഖളാ ആണ്, എനിക്കിതിൽ സന്തോഷമാണല്ല. ആ ബോധ്യത്തിൽ ഒരു 101 തവണ ഓരോ ഹംദ് പറയുമ്പോഴും മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ട് പുഞ്ചിരി വിടരണം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഉറപ്പിച്ചു, ലൈലത്തുൽ ഖദർ നിങ്ങൾക്ക് തന്നെയാണ്. ഉറപ്പാണ് നിങ്ങൾക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ്? ഈ ബോധ്യമില്ലാതെ വെറുതെ കുറേ ഒച്ചപ്പാടും ബഹളുണ്ടാക്കി വെറുതെ ഇങ്ങനെ തലകുത്തി മറിയുന്ന, കൽബിൽ ഈ ബോധ്യമൊന്നും ഇല്ലാണ്ട് നിസ്കരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. വെറും തലകുത്തി മറിച്ചിലാണ്. ഈ ബോധ്യം ഇല്ലാണ്ട് എന്ത് നിസ്കാരമാണ്? അവർക്കുള്ളതല്ല ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ കിട്ടുന്നത് ആർക്കാ? ഈ ബോധ്യം അള്ളാഹിനെ തൃപ്തിപ്പെടുന്നവർക്കുള്ളതാ. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് ആ ലൈലത്തുൽ ഖദറിൻ്റെ തൃപ്തി എങ്ങനെയാണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉച്ചയ്ക്കൊരു ക്ലാസ് ഉണ്ട്, അതെല്ലാവരും ക്ലിയർ ആയിട്ട് കേൾക്കണം കേട്ടോ. മനസ്സറിഞ്ഞപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ പാഠങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് ആ ലൈലത്തുൽ ഖദർ കൽബിലേക്ക് കൊണ്ടുവരേണ്ടതെന്നൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് നാളെ ഞായറാഴ്ചയാണ്, മറ്റന്നാളാണ് നമ്മുടെ നാട്ടിൽ 27-ാം രാവ് അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ 27-ാം രാവിന് ഒരുമിക്കണം. നമ്മളൊരു ഖത്തും ഓതുന്ന കാര്യം പറഞ്ഞിരുന്നു, 313 ഖത്തും. നിങ്ങൾ മറന്നുപോയോ? ആയിരക്കണക്കിന് ഖത്തുമുകളായിട്ടുണ്ട് ഇപ്പം തന്നെ, അൽഹംദുലില്ലാ. നമുക്ക് ഇൻഷാ അല്ലാഹ് 27-ാം രാവിൽ മനസ്സറിഞ്ഞതൊന്ന് ഹദിയ ചെയ്യണം. എല്ലാവരും ഓതാ 27-ാം രാവിലെ നമുക്കത് പൊട്ടിക്കറിഞ്ഞിട്ട് റബ്ബിലേക്ക് ഹദിയ ചെയ്യണം. നമ്മിൽ നിന്ന് സംഭവിച്ച പാപങ്ങളൊക്കെ അല്ലാഹ് പുറത്തു തരട്ടെ. നമ്മുടെ ദുആയും കാത്തിരിക്കുന്ന ഒരുപാട് കാർന്നോമാരൊക്കെ നമ്മുടെ ഖബറിലുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, ഇണകളുണ്ട്, മക്കളുണ്ട്, പലരും ഉണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പറഞ്ഞതിൻ്റെ ബാക്കി നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കണം. വേണ്ടേ? ഈ ക്ലാസ് നാളെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, വേണമെന്നുണ്ടെങ്കിലും പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നാളെയും കൂടെ പഠിച്ചാൽ ലൈലത്തുൽ ഖദറിൻ്റെ ആ ഒരു പരിപൂർണ്ണ സംതൃപ്തി കിട്ടാനുള്ള വക നാളത്തെ ക്ലാസ്സിലുണ്ടാവും. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് ഹംദ് പറയാൻ മറക്കരുത്. നമുക്കിന്ന് വൈകുന്നേരത്തെ ക്ലാസ്സിൽ
5:30 മണിക്ക് എല്ലാവരും ഒരുമിച്ച് കൂടണം കേട്ടോ. മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലരും ഹദിയകൾ ചെയ്ത് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദർ മനസ്സിൽ കണ്ടുകൊണ്ട് ഹദിയ ചെയ്ത ഒരുപാട് ആളുകൾ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അവർ 2ാം വിവാഹം കഴിഞ്ഞു. ആദ്യ ഭർത്താവ് മരണപ്പെട്ടു, 2ാമത്തെ വിവാഹം കഴിഞ്ഞു. അൽഹംദുലില്ലാ ആ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ മാതാവ് ചെറിയ അസുഖബാധിതയായിരുന്നു, നമ്മുടെ സദസ്സിൽ പങ്കെടുത്തു, അവരുടെ അസുഖത്തിന് ശിഫ ലഭിച്ചു എന്ന സന്തോഷ വർത്താനൊക്കെ മുമ്പ് അറിയിച്ചതാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ഈ സദസ്സിലൂടെ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചേർത്ത് പിടിക്കുന്നത് ആരെയാണ്? റബ്ബുൽ ആലമീനായ പടച്ചോനെയാണ്. അപ്പോൾ അവൻ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അതിനപ്പുറം നമുക്ക് വേറെ എന്താ കിട്ടാനുള്ളത്? എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം നമ്മൾ പറഞ്ഞു, 21-ാം രാവ് ഷാഫി ഇമാം ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു. ഇന്നത്തെ രാത്രി ഗസാലി ഇമാമിൻ്റെ അഭിപ്രായമുണ്ട് ലൈലത്തുൽ ഖദറിന് സാധ്യത കൂടുതലാണെന്ന്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇമാമിങ്ങളും ഏറ്റവും കൂടുതൽ സ്വഹാബത്തും എല്ലാവരും ഏകോപിച്ച ഒരു അഭിപ്രായമുണ്ട്. ഏറ്റവും കൂടുതൽ അഭിപ്രായം എന്നാണ് ലൈലത്തുൽ ഖദർ എന്നാണ്. ഏത് രാത്രിയാണ്? കമൻറ്റ് ചെയ്യണം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ-റഹീമായ റബ്ബേ, ഒരുപാട് സങ്കടങ്ങളോടുകൂടെ ഈ സദസ്സിൽ വന്നവരുണ്ട്. പക്ഷേ നിനക്ക് ഹംദ് പറയാൻ പഠിച്ചതിന് ശേഷം ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ നിൻ്റെ തൃപ്തിയാണെന്ന്, നിൻ്റെ ഖളാ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളതിൽ തൃപ്തിപ്പെടുകയാണല്ല. ഞങ്ങളുടെ കൽബ് നന്നാക്കണേ പടച്ചോനെ. ഞങ്ങളെ നീ സ്നേഹിക്കണേ അല്ല. നിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് വേണമല്ല. നിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല. നീ കൈവടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റഹ്മാനായ റഹീമായ റബ്ബേ, ഒരുപാട് മുറാദുകളും കൊണ്ട് ഈ സദസ്സിൽ വന്നവരുണ്ട്. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ല. ഞങ്ങളുടെ ഒരുപാട് മക്കൾ എക്സാമുകൾ എഴുതുന്നുണ്ട്. ഉന്നത വിജയം നൽകണേ അല്ല. മക്കളെ സ്വാലിഹീങ്ങളാക്കണയല്ല. ഒരുപാട് അസുഖബാധിതരുണ്ട്. മക്കളും സന്താനങ്ങളും ഇണകളും അതുപോലെ മാതാപിതാക്കളും ഒരുപാട് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ തമ്പുരാനെ. ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ല. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. പ്രവാസികൾക്ക് ഹൈർ നൽകണേ അല്ല. യുദ്ധഭീതിയിലാണ് നീ മോചനം നൽകണേ അല്ല. കാവലേകണേ അല്ല. സന്തോഷം നൽകണേ അല്ല. അർഹമുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടണേ അല്ല. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ല. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ല. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ല. വിവാഹപ്രായമെത്തിയിട്ട് കല്യാണം നടക്കാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഹൈറായ ഇണയെ നീ നൽകണേ അല്ല. പടച്ചവനെ, വീടില്ലാത്തവർക്ക് റാഹത്തായ ഭവനം നീ നൽകണേ അല്ല. നീ നൽകണേ തമ്പുരാനെ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുന്നവരെ നീ ചേർത്ത് പിടിക്കണേ അല്ല. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ല. നീ തുടയ്ക്കണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. പുണ്യമദീന കാണാതെ വിളിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.